നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് ഏകദേശം ഒരു മാസത്തിന് മുന്നേ തിയേറ്ററിൽ ഇറങ്ങി, ഒരാഴ്ചയ്ക്ക് മുന്നേ OTT ഇറങ്ങിയ സിനിമയാണ്. ബോക്സ് ഓഫീസിൽ ഒരു വിജയമൊന്നുമായി മാറിയില്ല. ട്രെയിലർ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ഫീഡ്ബാക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ വരും എന്ന് പ്രതീക്ഷിച്ച ഒരു സിനിമയാണ്. ഏകദേശം ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയ്ക്ക് ശരിക്കും നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ഒരു ഗ്രാമം, അന്ധവിശ്വാസികളായ കുറച്ച് ഗ്രാമത്തിലുള്ളവർ, അതിലെ ഒരു പർട്ടിക്കുലർ ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവം വരുന്നു. അവരെ ഗ്രാമവാസികൾ ഉപദ്രവിക്കുന്നു. അതിനുശേഷം അവിടെ അന്വേഷിക്കാൻ ഒരു ഓഫീസർ വരുന്നു, അവിടെ ഒരാൾ വരുന്നു. ഇതൊക്കെ തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിൻ്റെ ഒരു കഥാപ്രമേയമൊക്കെ. ധ്യാൻ കേന്ദ്ര കഥാപാത്രത്തെ സിനിമ. ഇത് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. പ്ലോട്ടൊക്കെ സെയിം തന്നെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അവിടെ ഒരു സീരിയൽ കില്ലിംഗ് ആണെങ്കിൽ ഇവിടെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് പോകുന്നത്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ, സിനിമ എനിക്ക് മുന്നോട്ട് കണ്ടിരിക്കാം എന്ന് തോന്നിയ സിനിമയാണ്. അതായത് ഇത് കണ്ടു തീർക്കണം എന്ന് തോന്നി. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ ഇതെന്തേ ഇങ്ങനെയെന്ന് തോന്നിപ്പോവുകയും ചെയ്തു. അതുവരെ എനിക്കിത് നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്നു. ശരിയാണ്, കുറേ പ്രശ്നങ്ങളുണ്ട്. മാത്യുവിൻ്റെ ആക്ടിങ് പോലും പല സ്ഥലത്തും പല പ്രശ്നങ്ങളും തോന്നിപ്പോയി. മാത്യു എപ്പോഴും ഭയങ്കര സൂപ്പറായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ചില സമയത്തൊക്കെ മാത്യു കുറച്ച് ആക്ടിങ് എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നം പോലെ തോന്നി. ബട്ട് ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ആവേശത്തിൽ പയ്യൻ, അവൻ അടിപൊളിയായിട്ട് ആ റോള് കൈകാര്യം ചെയ്തു. റോഷൻ കണ്ടായിരുന്നു എനിക്ക് പോകുന്ന പേര്. ശരത് സഭ അറിയാലോ, എല്ലാ സിനിമയിലും ശരത് സഭ അടിപൊളിയായിരിക്കും. ഇതിലും ശരത് സഭ അടിപൊളിയായിട്ട് ആ റോള് കൈകാര്യം ചെയ്തു. പിന്നെ അബുസലീം ഉണ്ട്. പിന്നെ ആരാ വേറെ, റോണി ഡേവിഡ് രാജ് ഉണ്ട്. അവരൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തു, രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാ വെച്ചാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വില്ലൻ ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു സുഖം ഇല്ലാണ്ടായിപ്പോയി. പിന്നെ ഇതിനകത്ത് കോമഡി ആയിട്ടൊരു പ്രേതമുണ്ട്, ചോദിച്ചേച്ചി ശ്യാമ എന്ന് വിളിക്കണം. ആദ്യം കാണുമ്പോൾ നമുക്ക് ശരിക്കും പ്രേതമാണല്ലോ എന്ന് നമ്മൾ പേടിച്ചു പോകും. 1-2 ഇതാണ്. പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് കോമഡിയായി മാറി. അത് പിന്നെ ഭയങ്കര വിറ്റായിരുന്നു. പക്ഷെ ആ റോള് ഒരു കോമഡി ആണെങ്കിലും രസകരമായിട്ട് ചെയ്തു. മെറിൻ ഫിലിപ്പാണ് ആ റോള് കൈകാര്യം ചെയ്തത്. നല്ല രസമായിട്ട് ചെയ്തു ആ റോള്. പക്ഷേ ആ കഥാപാത്രം ഒരു കോമഡി പീസായി മാറി. പക്ഷെ അവർ ചെയ്യേണ്ട എന്താണോ അത് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് കണ്ടിരിക്കാം. അവസാനമൊക്കെ ഭയങ്കര ബോറായിട്ട് തട്ടിക്കൂട്ട് പോലെ എനിക്ക് തോന്നി അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും. അതുവരെ ഈ സിനിമ ഓക്കെ, ഇത് ആരാണെന്ന് അറിയാനൊരു ജിജ്ഞാസ ഉണ്ടാവുമല്ലോ, അത് ജനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇത് ഈ ആരാണെന്നുള്ളത് ആ മുഖം റിവീൽ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അത്ര വലിയ ഒരു എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. അത് വലിയ കുഴപ്പമില്ല എന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് സിനിമ. അതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കണം. എനിക്ക് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് കുറച്ചുകൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. മേക്കിംഗ് ഒക്കെ ഇത് കുഴപ്പമില്ലായിരുന്നു. അവസാനത്തെ കുറേ തട്ടിക്കൂട്ട് പരിപാടികൾ ഒഴിച്ചാൽ മേക്കിംഗ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. സോ വേണമെങ്കിൽ വീക്കെൻഡ് ഒന്ന് കണ്ടു നോക്കാവുന്ന സിനിമ. അപ്പോൾ അതാണ് നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ട വിശേഷങ്ങൾ അറിയിക്കും. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.